നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച പ്രവാചകൻ പള്ളിയിൽ വന്നെന്ന് ഇരുന്നാണ് ഖുത്ബ പറഞ്ഞത്. ആ ഖുത്ബയാണ് ചരിത്രത്തിൽ ഖുത്ബത്തു മറദിൽ മൗത്ത്, മരണമുണ്ടാക്കിയ രോഗം ബാധിച്ച ആ സമയത്തുള്ള ഖുത്ബ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഖുത്ബ. പ്രവാചക ജീവിതത്തിന്റെ അവസാന കൂടിയ വെള്ളിയാഴ്ച. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുത്ബയിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ തരേണ്ടതുണ്ടെങ്കിൽ ഞാൻ ഇതാ അത് വകവെച്ച് തരികയാണ്. ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എന്നെയും നിങ്ങൾക്ക് വേദനിപ്പിക്കാം. ഞാൻ അഭിമാനം നിങ്ങളുടേത് ക്ഷതപ്പെടുത്തിയതായിട്ടുണ്ട് എങ്കിൽ ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരികയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ പണമോ ധനമോ തരാനുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നോടത് ചോദിക്കാം. പ്രവാചകൻ ഇത് 3 വട്ടം ആവർത്തിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങൾ കേട്ടപ്പോൾ സിദ്ദീഖുൽ അക്ബറിന് കരച്ചിൽ വന്നു. നബി ചോദിക്കുന്നുണ്ട്, അബൂബക്കർ എന്തിനാണ് കരയുന്നത്? സഹലൻ, താങ്കൾ സാവകാശം, അടങ്ങൂ, സമാധാനപ്പെടൂ എന്ന് പ്രവാചകൻ സിദ്ദീഖുൽ അക്ബറിനോട് പറയുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ ആ മദീന പള്ളിയുടെ മുഴുവൻ വാതിലും അടക്കാൻ പറഞ്ഞു, ഒരു വാതിലൊഴികെ. അതാണ് അബൂബക്കറിന്റെ വാതിൽ, അബൂബക്കർ കടന്നു വരാറുള്ള വാതിൽ. ബാക്കി എല്ലാ വാതിലും അടച്ചു. എന്നിട്ട് ഈ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ലത്തഖദതു അബൂബക്കറിൻ ഖലീലൻ. എനിക്കൊരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എങ്കിൽ, ഒരു സ്നേഹിതനെ, ആത്മമിത്രത്തെ, ഖലീലിനെ തെരഞ്ഞെടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ലത്തഖദതു അബൂബക്കർ ഖലീല, അബൂബക്കറിനെ ഞാൻ ഖലീലായി, കൂട്ടുകാരനായി, സ്നേഹിതനായി തെരഞ്ഞെടുക്കുമായിരുന്നു. വലാകിന്ന സ്വാഹിബക്കും ഖലീലുർ റഹ്മാൻ, പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരനായ സാഹിബായ ഞാൻ ഖലീലുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ഖലീലായി, ഞാൻ അള്ളാഹുവിനെയാണ് ഖലീലായി തെരഞ്ഞെടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ ഇതൊക്കെ പറയുമ്പോൾ വിങ്ങുന്ന മനസ്സുമായി സഹാബികൾ ചുറ്റുമുണ്ട്, അബൂബക്കറുണ്ട്. എന്നിട്ട് പ്രവാചകൻ അവരെ ഉപദേശിക്കുന്നത്, നിങ്ങൾ സ്ത്രീകളോട് നന്നായി വർത്തിക്കണം, നിങ്ങൾ സ്ത്രീകളോട് നന്നായി പെരുമാറണം, നിങ്ങൾ അൻസാറുകളോട് നന്നായി പെരുമാറണം. അല്ലേ? ഒരു കാലഘട്ടത്തിൽ മുഹാജിറായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മക്കയിൽ നിന്ന് എല്ലാം ഇട്ടറിഞ്ഞ് പോന്ന് ഒന്നുമില്ലാതെ മദീനയിലെത്തിയവർക്ക് അഭയവും ആശ്രയവും സഹായവും നൽകിയ അൻസാറുകളോട് നന്നായി പെരുമാറണം എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സംസാരത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗത്തെ സംബന്ധിച്ച്. പടച്ചവന്റെ മാർഗം ജീവിതത്തിൽ സ്വീകരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അത് നിങ്ങൾ സഹിക്കണം. പടച്ചവന്റെ മാർഗത്തിലുള്ള ജിഹാദ്, ധർമ്മസമരം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. രോഗം നമുക്കറിയാം, അവിടെ വെച്ച് കലശലായി കൂടി. ഈ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ, വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ ഏക സഹാബി, ഒരേ ഒരു സഹാബിയായ സയ്യിദ് റളിയല്ലാഹുവിന്റെ പുത്രൻ, ധൈര്യത്തിന്റെയും ശൗര്യത്തിന്റെയും ഒക്കെ പര്യായമായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന യുവാവായ ഉസാമ റളിയല്ലാഹു, അദ്ദേഹം കയറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി, ഉസാമയിലേക്ക് ഇങ്ങനെ ചൂണ്ടി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രവാചകൻ. പക്ഷേ പ്രവാചകൻ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, ആവശ്യത്തിനാണ് പ്രവാചകൻ. എന്നിട്ട് ഉസാമക്ക് പ്രാർത്ഥിക്കും പോലെ അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു, ആയിഷ ഉപ്പയോട്, അഥവാ അബൂബക്കറിനോട് ഇമാം നിൽക്കാൻ പറയാം. ആ സമയത്താണ് ആയിഷ പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ ലോലഹൃദയനാണ്, കടുപ്പം കുറഞ്ഞ മനസ്സുള്ള മൃദുഹൃദയനാണ്. എൻ്റെ ഉപ്പ ഇമാമ നിന്നാൽ കരയും റസൂലേ എന്ന് ആയിഷ പറയുന്നത്. അപ്പൊ പ്രവാചകൻ ആയിഷയോട് പറയുന്നത്, അബൂബക്കർ തന്നെ ഇമാം നിൽക്കണം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനക്ക് പുറത്തായിരുന്നു. ഇമാം നിന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പാരായണം കേട്ടപ്പോൾ ശബ്ദത്തിലൊരു വ്യത്യാസം, അബൂബക്കറിന്റെ ആ പതിഞ്ഞ ശബ്ദമല്ല കേൾക്കുന്നത് എന്ന്, ഉമറിന്റെ ശബ്ദം. പ്രവാചകൻ ആയിഷയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ല ആയിഷ, അബൂബക്കറിനോട് ഇമാം നിൽക്കണമെന്ന്, അബൂബക്കറിന്റെ ശബ്ദമല്ലല്ലോ കേൾക്കുന്നത്. അപ്പോഴാണ് ആയിഷ പറയുന്നത്, ഉപ്പ മദീനയിലില്ല. നമുക്കറിയാം, പിന്നീട് ഉള്ള 3 ദിവസത്തെ മുഴുവൻ വഖത്തുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അവിടെ ഇമാമായി നിന്നത് എന്ന് കാണാൻ കഴിയും. അങ്ങനെ റബീഉൽ അവ്വൽ 12
ഫജറിന്റെ സമയം ലോകത്തിന് ഒരാശ്വാസം തോന്നി. അള്ളാഹുവിൻ്റെ റസൂൽ ആ കലശലായ പനിയിൽ അല്പം പ്രയാസക്കുറവ് അനുഭവപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് അല്പം പ്രയാസപ്പെട്ടെങ്കിലും പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു. നമുക്കറിയാം ചരിത്രത്തിൽ സഹാബിമാർ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ വരുമ്പോൾ വഴിമാറി കൊടുക്കുകയാണ്. അന്നത്തെ ഫജ്ർ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ നേരെ മിമ്പറിലേക്ക് കയറി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മറ്റു സമൂഹങ്ങൾ അവരുടെ പ്രവാചകന്മാരെ ആരാധനാപാത്രങ്ങളാക്കിയതുപോലെ നിങ്ങൾ ആക്കരുത്. നിങ്ങൾ നമസ്കാരത്തിൽ വിട്ടുവീഴ്ച അരുത്, വീഴ്ച വരുത്തരുത്. നിങ്ങളുടെ സേവകരോട്, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന നിങ്ങളുടെ സേവകരോട്, പരിചാരകരോട് നിങ്ങൾ നന്നായി പെരുമാറണം. നിങ്ങളുടെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ടല്ലോ, ദുർബലകൾ സ്ത്രീകൾ, അവരോട് മികച്ച പെരുമാറ്റം നിങ്ങളിൽ നിന്നുണ്ടാകണം. പ്രവാചകൻ പറഞ്ഞു, ലാ തജ്അൽ ഖബരി ഈദ, എൻ്റെ ഖബർ നിങ്ങൾ ആഘോഷ സ്ഥലങ്ങളാക്കാൻ പറ്റും. എൻ്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നിറങ്ങി നേരെ വീട്ടിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ദുഹാ സമയമായപ്പോൾ ആയിഷയുടെ ചുമലിലേക്ക് തലവച്ച് പ്രവാചകൻ കിടന്നു. പ്രവാചകന് നേരെ ഇരിക്കാൻ കഴിയുന്നില്ല. അതിനു മുമ്പ് മിസ്വാക്കെടുത്ത് പല്ല് തേക്കാൻ പ്രവാചകൻ ശ്രമിക്കുന്നില്ല, പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനെയാണ് ആയിഷ മിസ്വാക്കെടുത്ത് പ്രവാചകന്റെ പല്ല് തേച്ച് കൊടുക്കുന്നത്. പ്രവാചകൻ നന്നായി വിയർത്തു, നല്ല പനിയുണ്ട്. ആയിഷ ഇങ്ങനെ വെള്ളം നനച്ച് ആ പനിയുടെ ചൂട് ശമിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പ്രവാചകൻ വിയർത്തു. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത ഒരവസ്ഥയുണ്ട് എന്ന. അള്ളാഹു നൽകിയ റൂഹ്, ജീവൻ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകാൻ നേരം ഉണ്ടാകുന്ന ആ മരണത്തിന്റെ ആഘാതമുണ്ടല്ലോ, വേദന, അത് വല്ലാത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന സ്വർഗത്തിലെ റഫീഖുൽ അലയെ സംബന്ധിച്ച് ഉന്നതമായ സ്വർഗ സ്ഥാനത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂലിന് അന്ന് സന്തോഷ വാർത്ത അറിയിച്ചത് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ മദീനയുടെ മണ്ണും വിണ്ണും, മദീനയുടെ മണ്ണും ആകാശവും പൂർണ്ണമായി കരഞ്ഞൊരു ദിവസമാണ് റബീഉൽ അവ്വൽ 12. അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, പ്രവാചകൻ മദീനയിലേക്ക് വന്ന ദിവസമുണ്ട്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ദിവസമുണ്ട്. ആ വന്ന ദിവസം ഒരു റബീഉൽ അവ്വലിലാണ്. മദീന അത്രത്തോളം പ്രശോഭിതവും സന്തോഷദായകവും പ്രകാശപൂരിതവുമായ ഒരു മദീനയെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രകാശിതമായ സന്തോഷദായകമായ ഒരു മദീന ഞങ്ങൾ കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായ ദിവസത്തെ പോലെ, പ്രവാചകൻ വേർപിരിഞ്ഞ ഈ റബീഉൽ 12 എന്ന ദിവസത്തെ പോലെ വേദനിപ്പിക്കുന്ന ഇരുണ്ട കറുത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സുനൻ തുർമുദിയിൽ നമുക്കിത് വായിക്കാൻ കഴിയും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഈ കിടപ്പ് കണ്ട് നേരെ മെമ്പറിൽ കയറി. എന്നിട്ട് പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ബോധം നഷ്ടപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ കിടക്കുകയാണ്. റസൂൽ മടങ്ങി വരും. പ്രവാചകൻ മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കഴുത്ത് ഞാൻ ഛേദിക്കും എന്ന് പറയുകയാണ്. പ്രവാചകൻ വേർപിരിയുന്നു എന്നത് സഹിക്കാൻ കഴിയാത്ത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. വേഗത്തിൽ വന്ന് പ്രവാചകന്റെ 2 കണ്ണുകൾക്കിടയിൽ ചുംബനം നൽകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് എത്ര നല്ലവനായിരുന്നു. അള്ളാഹുവിലേക്ക് യാത്രയാകുന്ന ഇപ്പോഴും അങ്ങ് എത്ര നല്ലവനാണ് എന്ന് സിദ്ദീഖുൽ അക്ബർ ചോദിച്ചുകൊണ്ട് ഒന്നുകൂടി ചുംബിക്കുന്നുണ്ട്. എന്നിട്ടാണ് സിദ്ദീഖുൽ അക്ബർ നേരെ മിമ്പറിലേക്ക് കയറിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ ആലു ഇംറാനിലെ 144-ാമത്തെ ആയത്ത് ഓതുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു തിരുദൂതൻ മാത്രമാണ്, മുഹമ്മദ് റസൂൽ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, മുഹമ്മദിന് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ട്, വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില ഇൻ ഖലബതും അലാ അഖാബികും, മുഹമ്മദ്
വമൻ യൻഖലിബ് അലാ അഖ്ബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ. ആരെങ്കിലും അങ്ങനെ പിന്തിരിഞ്ഞാൽ അള്ളാഹുവിനെ ഒരു ഉപദ്രവവും വരുത്താൻ അവർക്ക് സാധിക്കില്ല. ഒരു കാര്യം അതുകൊണ്ടില്ല. വസയജിസില്ലാഹു ശാകിരീൻ. നന്ദി കാണിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു കൃത്യമായ പ്രതിഫലം നൽകും എന്ന വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഓതി കൊടുക്കുമ്പോൾ ഉമർ ചോദിക്കുന്നുണ്ട്, ഖുർആനിൽ ഇങ്ങനെ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ കഴിയും. സഹാബികൾ മൊത്തം കരഞ്ഞ ഒരു ദിവസം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പൊന്നു വാപ്പ, സ്വർഗത്തിലെ ഫിർദൗസ് അത് അങ്ങക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് അങ്ങ് അണഞ്ഞു എന്ന് സങ്കടത്തോടെ പ്രവാചകന്റെ പൊന്നുമകൾ പറയുന്ന സന്ദർഭമുണ്ട്. ളുഹർ നമസ്കാരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് വഹാ സമയത്തോടെ നേരത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. മദീന അന്ന് ആ റബീഉൽ 12 ദുഃഖിച്ച ദിവസമാണ്, സങ്കടപ്പെട്ട ദിവസമാണ്. അന്ന് കരയാത്ത മനുഷ്യരില്ല. പ്രവാചകന്റെ വേർപാടിനെ കുറിച്ച് അല്ലെ പലപ്പോഴും നമ്മളൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചൊരു കാലം, ആ പ്രവാചകനെ കണ്ടും അറിഞ്ഞും കേട്ടും വളർന്ന സഹാബിമാർ അല്ലെ, അവർക്കൊക്കെ ആ പ്രാധാന്യം കൈവരുന്നു. ആലോചിച്ച് നോക്കിയ സൗഭാഗ്യം നിറഞ്ഞ മനുഷ്യൻ, അങ്ങനെ തങ്ങളോടൊപ്പം ജീവിച്ച അത്യുദാരനായ സ്നേഹമുള്ള കരുണയും ആർദ്രതയും മനുഷ്യരുടെ മനസ്സിലേക്ക് പ്രവഹിപ്പിച്ച് 23 വർഷങ്ങൾ കൊണ്ട്, സംവത്സരങ്ങൾ കൊണ്ട് ഒരു മനുഷ്യ സമൂഹത്തെ തികച്ച മാനവീകരായി വളർത്തിയെടുത്ത പ്രവാചകന്റെ വേർപാട് അത്രമാത്രം പ്രയാസകരമായിരുന്നു അവർക്ക്. ളുഹർ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കാൻ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആ ഉയർന്ന പ്രദേശത്ത് കയറി ബാങ്ക് കൊടുക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ബാങ്ക് കൊടുത്ത് അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയുന്ന ആ സന്ദർഭം വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പൊട്ടിക്കരയെ വീർപ്പ് മുട്ടിപ്പോവുകയാണ്. പൂർണ്ണമാകാത്തൊരു ബാങ്ക്, പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയാതെ പോയൊരു ബാങ്കായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. നീണ്ട 14 ദിവസം, 2 ആഴ്ചകളോളം ഈ റബീഉൽ അവ്വലിൽ അള്ളാഹുവിന്റെ റസൂൽ രോഗിയായിട്ടുണ്ട്. ആ ദിവസങ്ങളിലൊക്കെയും മദീന ദുഃഖിതമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദിവസം നമ്മെ ബാധിക്കേണ്ട ആത്മബോധനത്തിന്റെയും ആത്മസങ്കടത്തിന്റെയും ഒക്കെ സന്ദർഭമാണ് സത്യത്തിൽ റബീഉൽ അവ്വൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ആരും ആഹ്ലാദിച്ചില്ല, അവിടെ ആരും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയില്ല, ആർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്ത് സന്തോഷം രേഖപ്പെടുത്തിയില്ല. മറിച്ച് അവരുടെ മനോമുകുരങ്ങളിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെ പറ്റി ആ റസൂൽ പകർന്നു നൽകിയ അതുല്യമായ സാരോപദേശങ്ങളെ കുറിച്ച്, അവരുടെ ജീവിതത്തെ എന്നും നിലനിൽക്കേണ്ട പാരത്രിക ലോകത്ത് മഅ്ശറയിൽ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന മഅ്ശറ ലോകത്ത് മറുപടി പറയേണ്ട ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ പ്രവാചകനെ കുറിച്ച്, ആ പ്രവാചകൻ ഇനി ഞങ്ങളോടൊപ്പം ഇല്ലല്ലോ എന്ന വ്യഥയുടെയും ദുഃഖത്തിന്റെയും അവസ്ഥയിലായിരുന്നു അന്ന് മദീനയിലെ ഓരോ മനുഷ്യരും.